വിക്ടിം ഇയാളെ ബോഡിയിൽ ബലമായിട്ട് പിടിക്കുകയോ അല്ലെങ്കിൽ ഡിഫെൻസീവായിട്ട് പിടിക്കുകയോ അയാളെ ആക്രമണം ചെറുക്കാനൊക്കെ പോവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നമ്മൾ സാധാരണ ഒരു ഹ്യൂമൻ ബോഡി ടച്ച് ചെയ്യുന്നതല്ല ടച്ച് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ എപ്പിത്തീലിയൽ സെൽസ് ഈ നഖത്തിനിടയിൽ കയറാനൊക്കെ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അങ്ങനെ കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ഈ നെയിൽ ക്ലിപ്പിങ്സ് പരിശോധിച്ചാൽ ഇത് കാണും. അതിൽ നിന്ന് DNA വേർതിരിച്ചെടുക്കാം. കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ നഖത്തിൽ നിന്നും നെയിൽ ക്ലിപ്പിങ്സിൽ നിന്നും ഇത് കിട്ടി. ബ്ലഡും ഇയാളുടെ ഉമിനീരും ഈ പെൺകുട്ടിയുടെ ഷാളിൽ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ദേഹത്തും ഇവിടെ മുതുകത്ത് കടിച്ചൊരു പാടുണ്ട്, വലിയ കടി കടിച്ചിട്ടുണ്ട്, പാടുണ്ട്. അയാൾ ഇറങ്ങി പിൻവാതിലിലൂടെ ഇറങ്ങിയാണ് രക്ഷപ്പെട്ടതെന്ന് പറയപ്പെടുന്നു കേട്ടോ. ആ വാതിലിൽ ആ കട്ടിളപ്പടിയിൽ ഇയാൾ പിടിച്ചപ്പോൾ അതിൽ ബ്ലഡ് പറ്റിയിട്ടുണ്ട്. സുപ്രീം കോടതി ഇത് കൺഫേം ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് സംശയമുണ്ട്. കൺഫേം ചെയ്യുകയാണെങ്കിൽ അവിടെ തീരുകയാണ്. പിന്നെയുള്ള ഒരൊറ്റ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രസിഡന്റിന് ഈ പ്രതിക്ക് ഒരു ദയാഹർജി കൊടുക്കാം. ഒരു നിയമ വിദ്യാർത്ഥിനിയുടെ ദാരുണമായ കൊലപാതകം നമ്മുടെ സമൂഹ മനസാക്ഷിയെ ആകെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു. അതിൽ എനിക്കുമൊക്കെ ഒരുപാട് പ്രതികരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പ്രതിഷേധ സമ്മേളനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്, ഞാൻ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ജസ്റ്റിസ് ഷംസുദ്ദീൻ തുടങ്ങിയുള്ള, അതുപോലെ പ്രൊഫസർ MK സാനു തുടങ്ങിയുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളൊക്കെ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് അന്വേഷണം ആദ്യം അങ്ങനെ നീണ്ടുപോകുന്നത് യഥാർത്ഥം നമ്മൾ പോലീസിനെ പലപ്പോഴും കുറ്റം പറയാറുണ്ട്. ഇത് പക്ഷേ ഇതിനകത്ത് പോലീസിനെ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. കാരണം ഇത് ഒന്നാമത് ഒരു അന്യസംസ്ഥാന തൊഴിലാളി നടത്തിയിട്ടുള്ള ഒരു കൊലപാതകമാണെന്ന് ആദ്യമേ മനസ്സിലായി. നാട്ടുകാരുമല്ല, ഇത് കണ്ട സാക്ഷികളാരുമില്ല. ഈ പ്രതി ഇറങ്ങിപ്പോകുന്നത് കണ്ടതായിട്ടുള്ള ഒരു സാക്ഷി, അത് മൂന്നാം സാക്ഷിയെ കേസിനകത്ത്, അത് മാത്രമേ ഉള്ളൂ. പ്രതി അവിടുന്ന് ഇറങ്ങി ആ കനാലിലേക്ക് ഇറങ്ങി പോകുന്നതായിട്ട് കണ്ട ഒരു സാക്ഷിയുണ്ട്, അതേ ഉള്ളൂ. അല്ലാതെ വേറെ ദൃക്സാക്ഷികളില്ല. പക്ഷേ ഇതിൻ്റെ സാഹചര്യ തെളിവുകൾ ആണ് യഥാർത്ഥത്തിൽ ഈ കേസിൻ്റെ വിധിക്ക് പിൻബലമാക്കിയിട്ടുള്ളത്. അപ്പോൾ ആളുകൾ പറയും സാഹചര്യ തെളിവുകളെന്ന് പറയുന്നത് സാഹചര്യങ്ങൾ അങ്ങ് തെളിയിക്കും എന്നൊക്കെ ചോദിക്കും. സാഹചര്യ തെളിവുകൾ എന്ന് പറയുന്ന ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം അതിനെ സംബന്ധിച്ച് പറഞ്ഞേക്കുന്നത് എന്താണെന്നറിയോ? നമ്മുടെ നിയമത്തിൻ്റെ തത്വം എന്ന് പറയുന്നത് വിറ്റ്നസ് മേ ലൈ ബട്ട് സർക്കംസ്റ്റാൻസ് കനോട്ട്. അതായത് സാക്ഷികൾക്ക് വേണമെങ്കിൽ കള്ളം പറയാം, പക്ഷേ സാഹചര്യങ്ങൾക്ക് കള്ളം പറയാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണ് സാഹചര്യ തെളിവുകൾ എന്നുള്ളത് നമ്മൾ ഇതിനകത്തൊന്ന് ഒന്ന് നോക്കേണ്ട ഒരു കാര്യമാണ്. സാഹചര്യ തെളിവുകൾ എന്ന് പറയുന്നത് പണ്ടാണെന്നുണ്ടെങ്കിൽ സാഹചര്യ തെളിവുകൾ ഈ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ വളരെ ചുരുക്കമേ കിട്ടുള്ളൂ. സാഹചര്യ തെളിവുകൾ മുമ്പൊക്കെയുള്ള കേസുകൾ, പണ്ടൊക്കെയുള്ള കേസുകളിലാണെന്നുണ്ടെങ്കിൽ പ്രതി അങ്ങോട്ട് പോകുന്നത് കണ്ടു അത് ഒരാൾ പറയും, അതല്ലേ ഒന്നോ രണ്ടോ സാക്ഷികൾ അതിന് കാണും, അയാൾ അങ്ങോട്ട് പോകുന്ന ആ സംഭവ സ്ഥലത്തേക്ക് പോകുന്നത് കണ്ടെന്ന് പറയും. കുറേ സാക്ഷികൾ അതിന് ഇയാൾ ഈ സംഭവം കഴിഞ്ഞുടനെ അവിടുന്ന് ഇങ്ങനെ ഒരു രക്തം പുരണ്ട കത്തിയുമായിട്ട് ഓടിപ്പോകുന്നത് കണ്ടതായിട്ട് പറയുന്ന ആളുകളുണ്ട്. പക്ഷേ ഈ കുത്തിയത് കണ്ടത് ആരും കാണത്തില്ല. എന്നാലും അത് കഴിഞ്ഞ് ഈ പ്രതിയെ പിടികൂടുന്നു, നോക്കുന്നു, തെളിവെടുക്കുന്നു. അപ്പോൾ ഈ പ്രതിയുടെ ദേഹത്ത്, ആ പ്രതിയുടെ വസ്ത്രങ്ങളിൽ ഈ മരിച്ച ആളിൻ്റെ ബ്ലഡ് കാണുന്നു. അന്ന് ബ്ലഡ് എക്സാമിനേഷൻ മാത്രമേ ഉള്ളൂ, അതിൻ്റെ ഗ്രൂപ്പാണെന്ന് നോക്കുന്നത്, അല്ല DNA ഒന്നും അന്ന് വേർതിരിക്കുന്ന മെക്കാനിസം ഒന്നും ഉണ്ടായിട്ടില്ല മുമ്പ്. അതായത് ഞാനൊക്കെ ആദ്യകാലത്തൊക്കെ സെഷൻസ് കേസ് നടത്തുന്ന സമയത്തൊന്നും അതൊന്നുമില്ല. അതേപോലെ കത്തിയിൽ ബ്ലഡ് കണ്ടു, ഈ കത്തി അയാൾ കൊണ്ടുപോയി എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കും. അവസാനം ഇയാളെ കൊണ്ടുപോയിട്ട്, അതായത് ഇയാൾ കൊടുത്ത വിവരം അനുസരിച്ച് കത്തി റിക്കവർ ചെയ്തെടുക്കും. അത് ഈ ഇന്ത്യൻ എവിഡൻസ് ആക്ടിൻ്റെ 27ാം വകുപ്പ് അനുസരിച്ച് ഇയാൾ അതിന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് വിലയുള്ളതാണ് നിയമത്തിൽ. അപ്പോൾ ഇതൊക്കെയാണ് അന്നത്തെ സാഹചര്യ തെളിവുകൾ എന്ന് പറയുന്നത്. പക്ഷേ കാലം കഴിഞ്ഞതോടെ ഇത് ഒരുപാട് പുരോഗമിച്ചു, ഈ സാഹചര്യ തെളിവുകളുടെ കളക്ഷൻ. അതായത് അതിൽ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ കടന്നുകൂടി. ശാസ്ത്രീയമായിട്ടുള്ള തെളിവെന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ ഇതിനകത്ത് ഈ കേസിൽ തന്നെ പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ്. കൊല്ലപ്പെട്ടതാണോ ഇല്ലയോ എന്ന് ആദ്യം തെളിയിക്കണം പ്രോസിക്യൂഷൻ. അല്ലാതെ ഒരാളെ എങ്ങനെ മരിച്ചു എന്നുള്ളതാണല്ലോ ആദ്യം നോക്കേണ്ടത്. വെദർ ഇറ്റ് ഈസ് എ ഹോമിസൈഡ് ഓർ നോട്ട് എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇത് ഹോമിസൈഡാണ്, കൾപ്പബിൾ, ദിസ് ഇസ് എ ഹോമിസൈഡ്, അതായത് ഇത് നരവധമാണ് എന്നുള്ളത് നമ്മൾ കാണുക.
വധമാണ് എന്ന് തെളിഞ്ഞു. പിന്നെയുള്ള ക്വസ്റ്റ്യൻ ആര് ചെയ്തു എന്നുള്ളതാണ് അടുത്തത്. അപ്പോൾ ആദ്യം വധമാണെന്ന് മനസ്സിലാവും. പിന്നെ ഇതിനകത്ത് എന്തെന്നറിയാം, ഇതിൽ പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ ഈ പോസ്റ്റ്മോർട്ടം നടത്തുന്ന സർജൻ, അതായത് ആ നോക്കുന്ന എക്സ്പെർട്ട് ഫോറൻസിക് സർജനാണ് അദ്ദേഹം. ആ എക്സ്പേർട്ട് ഈ ബോഡിയിൽ നിന്ന് ചില മെറ്റീരിയൽ കളക്ട് ചെയ്യും. ഇപ്പോൾ ഉദാഹരണമായിട്ട് പ്യൂബിക് ഹെയർസ്, അതുപോലെ തന്നെ തലമുടി, പിന്നെ ശരീരത്തെ ഏതെങ്കിലും ഭാഗത്തെ രോമങ്ങൾ, പിന്നെ അത് കൂടാതെ നെയിൽ ക്ലിപ്പിങ്സ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നെയിൽ ക്ലിപ്പിങ്സ്. കാരണം ഈ നെയിൽ ക്ലിപ്പിങ്സ് എടുക്കുന്നത് മെയിനായിട്ട് അന്ന് ഒക്കെ മുമ്പ് എടുത്തുകൊണ്ടിരുന്നത് ഈ ക്രസൻറ്റ് മാർക്ക്, അതായത് ക്രസൻറ്റ് ഷേപ്ഡ് മാർക്ക് ചിലപ്പം ഈ പ്രതിയുടെ മുഖത്തോ ശരീരത്തോ കാണും. അത് ആ ക്രസൻറ്റ് ഷേപ്ഡ് മാർക്ക് വരണമെങ്കിൽ അത് നഖം കൊണ്ടുണ്ടാക്കിയത് ആവാനേ വഴിയുള്ളൂ, അല്ലാതെ വേറെ ഒന്നും വരത്തില്ല. അല്ലെങ്കിൽ അതേപോലുള്ള ഒരു തത്തുല്യമായിട്ടുള്ള ഒരു ആയുധം വേണം. അതാരും കൊണ്ടു നടക്കുന്ന ആയുധമല്ലല്ലോ നഖം, അത് വരാം. അപ്പോൾ അങ്ങനെ ഈ ക്രസൻറ്റ് ഷേപ്ഡ് മാർക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതും പ്രശ്നമല്ല. പക്ഷേ നമ്മുടെ ഈ ശരീരത്തെ നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ ആദ്യം മുകളിലുള്ള എപ്പിത്തീലിയൽ സെൽസ് ഉണ്ട്, സ്കിന്നിൻ്റെ പുറത്തുള്ള. ഈ സ്കിൻ എന്ന് നമ്മൾ പറയുന്ന തൊലി എന്ന് നമ്മൾ പറയുന്നതിന് തൊട്ട് മുകളിലുള്ള ആ പാട പോലുള്ളതാണ് എപ്പിത്തീലിയൽ സെൽസ് ആണത്. അപ്പോൾ ഈ വിക്ടിം ഇയാളെ ബോഡിയിൽ ബലമായിട്ട് പിടിക്കുകയോ അല്ലെങ്കിൽ ഡിഫെൻസീവായിട്ട് പിടിക്കുകയോ അയാളെ ആക്രമണം ചെറുക്കാനൊക്കെ പോവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നമ്മൾ സാധാരണ ഒരു ഹ്യൂമൻ ബോഡി ടച്ച് ചെയ്യുന്ന പോലല്ല ടച്ച് ചെയ്യുന്നത്. നല്ല കഴിയുന്ന ബലത്തോടു കൂടിയായിരിക്കും, ഒക്കുന്നിടത്തോളം അത് നോക്കും. അങ്ങനെ വരുമ്പോൾ ഈ എപ്പിത്തീലിയൽ സെൽസ് ഈ നഖത്തിനിടയിൽ കയറാനൊക്കെ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അങ്ങനെ കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ഈ നെയിൽ ക്ലിപ്പിങ്സ് പരിശോധിച്ചാൽ ഇത് കാണും. അതിൽ നിന്ന് DNA വേർതിരിച്ചെടുക്കാം. അത് ഏറ്റവും വലിയ തെളിവാണ്. ഈ വിക്ടിമിൻ്റെ നഖത്തിൽ ഈ പ്രതിയുടെ DNA ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു തെളിവ് വേണ്ട. ആ പ്രതി വിശദീകരിക്കണം. കാരണം പ്രതിക്ക് പറയാൻ അറിയാവൂ പിന്നെ ഇതെങ്ങനെ വന്നു എന്ന്. അത് ഇന്ത്യൻ എവിഡൻസ് ആക്ടിൻ്റെ 106 വകുപ്പ് അനുസരിച്ച് പ്രതിക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ്. അത് പ്രതി വെളിവാക്കണം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അവിടെ. അപ്പോൾ ഇത് ഒന്ന്. അപ്പോൾ ഈ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ നഖത്തിൽ നിന്നും നെയിൽ ക്ലിപ്പിങ്സിൽ നിന്നും ഇത് കിട്ടി. ഈ നെയിൽ ക്ലിപ്പിങ്സ് ഇനി എന്നെ പിടിച്ചതിന് ശേഷം കൊണ്ടുവന്ന് അതിനകത്ത് എൻ്റെ തൊലി ഇതിനകത്ത് എടുത്ത് കയറ്റി വെച്ച് കാണിച്ചാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിൽക്കുന്ന കാര്യമല്ല. കാരണം ഇത് ഈ അന്വേഷണ സംഘം, പുതിയ അന്വേഷണ സംഘം ഇതിനകത്ത് വന്നല്ലോ. അത് വന്നത് ഏതാണ്ട് ഒരു 10-20 ദിവസം കഴിഞ്ഞാണ് സംഭവം ഉണ്ടായി. അതിനു മുമ്പ് ആദ്യത്തെ അന്വേഷണ സംഘം തന്നെ ഇത് കളക്ട് ചെയ്ത സാധനം പരിശോധനയ്ക്ക് അയച്ചു പോയി. അപ്പോൾ പിന്നെ ആ പറയുന്നതിൽ ഒരു ന്യായവും ഉള്ള കാര്യമല്ല, പറയാൻ പറ്റില്ല. അത് ബോധമില്ലാത്തവർ മാത്രം എടുക്കുന്ന ഒരു ആർഗ്യുമെൻ്റാണ് അങ്ങനെയുള്ളത്. അത് വിവരമുള്ള വക്കീലന്മാർ ഒരിക്കലും അത് എടുക്കുകയല്ല, അങ്ങനെ ഒരു വാദം എടുക്കത്തില്ല. കാരണം ഇത് അപകടമാണ് എന്നറിയാം. കാരണം ഇയാളുടെ നെയിൽ ക്ലിപ്പിങ്സിൽ ഇതുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ കളയുക പതിവ്. അല്ലെങ്കിൽ എന്നിട്ട് വേറെ ഏതെങ്കിലും വിധത്തിൽ മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസ് മുമ്പോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കഥയുണ്ടാക്കും. ഇവർ തമ്മിൽ നേരത്തെ പരിചയം ഉണ്ടായിരുന്നെന്നോ, അങ്ങനെ ഉണ്ടായിരുന്നു, അവർ അടുപ്പക്കാരായിരുന്നു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് ഈ നെയിൽ ക്ലിപ്പിംഗിൽ വരാനിടയായെന്നുള്ളൊരു എക്സ്പ്ലനേഷൻ കൊടുത്തക്കൊണ്ടുള്ള ഒരു കഥ ചിലപ്പോൾ ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടുണ്ട്. അതല്ലാതെ ഇയാൾ ഒന്നും അറിഞ്ഞുള്ള ടോട്ടൽ ഡിനയിൽ എടുത്തു കഴിഞ്ഞാൽ വലിയ അപകടമാണ് ഇങ്ങനെയുള്ള കേസിനകത്ത്. അതാണ് പ്രശ്നം. അപ്പോൾ നെയിൽ ക്ലിപ്പിങ്സ് ഞാൻ പറഞ്ഞു. അടുത്തതായിട്ട് എന്താ പറയുക, ഇയാളുടെ ബ്ലഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ആ ബ്ലഡും ഇയാളുടെ ഉമിനീരും ഈ പെൺകുട്ടിയുടെ ഷാളിൽ ഉണ്ടായിരുന്നു. അതെല്ലാം വേർതിരിച്ചെടുക്കാവുന്ന ഇന്നത്തെ കാലത്ത് DNA അതിൻ്റെ DNA കിട്ടി കറക്റ്റായിട്ട്. അതും പ്രതിയുടെ DNA ആണ്. പിന്നെ അടുത്തതായിട്ട് ഇതിൻ്റെ ദേഹത്തും ഇവിടെ മുതുകത്ത് കടിച്ചൊരു പാടുണ്ട്, വലിയ കടി കടിച്ചിട്ടുണ്ട്, പാടുണ്ട്. ആ കടിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എന്തെന്നറിയോ, അതിനകത്തുള്ള രണ്ട് പ്രശ്നങ്ങളാണുള്ളത്. ഒന്ന്, ഈ കടിയേറ്റ പാടുണ്ടെങ്കിൽ അത് അയാളുടെ ഓഡന്റോളജിക്കൽ എക്സാമിനേഷൻ, അതായത് ഈ പല്ലുകളുടെ ഘടന അത് നോക്കിയാൽ, ഈ മുറിവുകളുമായിട്ട് നോക്കിയാൽ ഒരുപാട് എവിഡൻസ് അതിൽ നിന്ന് കിട്ടാം. കാരണം ഇപ്പോൾ മുൻപല്ലിന് അകലമുള്ള ഒരാളാണ് ആണെങ്കിൽ ഈ കടി എന്ന് പറയുന്ന ആ മുൻപല്ലിൻ്റെ അവിടെ അകലം കാണും. ഇനി അതില്ലെങ്കിലും പോട്ടെ, അതിനകത്തുനിന്ന് അയാളുടെ ഉമിനീര്
അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് DNA അതിൽ നിന്ന് വേർതിരിച്ചിട്ടുണ്ട്. ഇതൊന്നും പിന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന തെളിവുകളല്ല. കാരണം ഇതൊക്കെ അന്ന് തന്നെ എടുത്തു കഴിഞ്ഞാൽ നേരത്തെ തന്നെ അങ്ങ് അയക്കും. ഇതിനകത്ത് അങ്ങനെ പോലീസിന് ഈ രണ്ടാമത്തെ അന്വേഷണ സംഘം ഈ ചാർജ് എടുക്കുന്നതിന് മുമ്പ് തന്നെ DNA റിസൾട്ട് കിട്ടിക്കഴിഞ്ഞു. പിന്നെ അത് കൂടാതെ ഈ അയാൾ ഇറങ്ങി പിൻവാതിലിലൂടെ ഇറങ്ങിയാണ് രക്ഷപ്പെട്ടതെന്ന് പറയപ്പെടുന്നു കേട്ടോ. ആ വാതിലിൽ ആ കട്ടിളപ്പടിയിൽ ഇയാൾ പിടിച്ചപ്പോൾ അതിൽ ബ്ലഡ് പറ്റിയിട്ടുണ്ട്. കാരണം പിടിക്കാൻ ബ്ലഡ് പറ്റാൻ കാര്യം എന്താണെന്നറിയാം, ഇയാളുടെ കയ്യിൽ ഈ പെൺകുട്ടി കടിച്ചെന്ന് പറഞ്ഞാൽ അത് മരണവെപ്രാളത്തിലാണ്. അപ്പോൾ അയാളുടെ വിരലിന് മുറിവ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ മുറിവ് നിന്ന് ബ്ലഡ് വരും. ആ ബ്ലഡ് ഇവിടെ പറ്റി. ഇതാണ് കാര്യം കേട്ടോ. അത് പറ്റി കഴിഞ്ഞപ്പോൾ അയാളുടെ ബ്ലഡ് അവിടെ വരണമെങ്കിൽ, ആ കട്ടളപ്പടിയിൽ അയാളുടെ ബ്ലഡ് വരണമെങ്കിൽ അത് വേണമെങ്കിൽ അയാൾക്ക് പറയാം, പിന്നെ കൊണ്ടുവന്ന് അയാളുടെ ബ്ലഡ് എടുത്ത് അത് കൊണ്ട് തെപ്പരട്ടിയാന്ന് പറയാം. പക്ഷേ അതും ആദ്യം തന്നെ ഫോറൻസിക് എക്സ്പെർട്ട് കളക്ട് ചെയ്തിട്ട് സയൻറ്റിഫിക് എക്സാമിനേഷനിലൂടെ ഫോറൻസിക് എക്സ്പെർട്ട് കളക്ട് ചെയ്ത് അതും നേരത്തെ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തെളിവുകൾ ഇതിനകത്തുണ്ട്. യഥാർത്ഥത്തിൽ ഈ DNA മാത്രം മതി. പിന്നെ ഇയാൾ അവിടെ വന്നത് കണ്ടതിൻ്റെ തെളിവുകളൊന്നും ആരും ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇയാൾ ഇതിന് ഉപയോഗിച്ചു എന്ന് പറയുന്ന കത്തി, ഇയാളൊരു കത്തി ഉപയോഗിച്ചിരുന്നു. കത്തി ഉപയോഗിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈവറ്റ് പാർട്സിൽ ആ കുട്ടിയുടെ അവിടെ ഒരുപാട് മുറിവ് ഈ കത്തി കൊണ്ട് കുത്തി ഒരുപാട് മുറിവ് ഏൽപ്പിച്ചിട്ടുണ്ട്. അതൊരു മാനസിക വൈകല്യമുള്ള ഒരുത്തൻ സാധാരണ ചെയ്യുന്ന പോലെയാണ്. ചിലരിങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. അവർക്ക് യഥാർത്ഥത്തിൽ മാനസിക രോഗമൊന്നും കാണത്തില്ല, പക്ഷേ ഇവർ ഇതുപോലൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ ഇതുപോലെ ചെയ്തതായിട്ട് ഉള്ള ഒരുപാട് മുറിവ് ഏൽപ്പിച്ചിട്ടുണ്ട്. അതിനെ ഒരുപാട് കഷ്ടപ്പെടുത്തിയാണ് ആ കുട്ടിയെ കൊലപ്പെടുത്തിയേക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്തുള്ളതാണ്. ഈ കത്തി അയാളുടെ കൂടെ താമസിച്ചിരുന്ന ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇത് അവിടെ ഉണ്ടായിരുന്ന കത്തിയാണെന്ന്. അങ്ങനെയുണ്ട്. പിന്നെ 2 ചെരുപ്പുകൾ. ആ ചെരുപ്പിനകത്തൊന്നും എനിക്ക് ഇമ്പോർട്ടൻസ് തോന്നുന്നില്ല, അത് എപ്പോൾ വേണമെങ്കിലും പ്ലാൻ ചെയ്യാം. ആ ചെരുപ്പ് കൊണ്ടിട്ട് ആ ചെരുപ്പ് കെട്ടി തൂക്കിയിട്ട് ആളുകളെ കാണിക്കുകയൊക്കെ ചെയ്ത് ചെരുപ്പ് പരസ്യം ചെയ്തു. ഈ ചെരുപ്പ് അറിയാമോ, ഇപ്പം ഈ ചെരുപ്പിലെ മണ്ണ്, അതിൽ പറ്റിയിരുന്ന മണ്ണ് ഇവിടുത്തെ മണ്ണാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടുണ്ട്. അത് ഒരു വീക്ക് പീസ് ഓഫ് മെറ്റീരിയലാണ്. അത് വേണമെങ്കിൽ പ്ലാൻ ചെയ്തതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് ബാക്കി അതിരിക്കട്ടെ. ഇപ്പം ഇത്തരം കാര്യങ്ങൾ. പിന്നെ ഒരു സ്ത്രീ, അതായത് PW3 കണ്ടതായിട്ട് പറയുന്നു. ഇയാൾ ഈ വാതിൽപ്പടി ഇതിൽ ഇയാൾ അവിടുന്ന് ഇറങ്ങി അങ്ങോട്ട് പോയിട്ട് ഒരു മരത്തിൻ്റെ വേരിൽ പിടിച്ചിട്ട് ഇറങ്ങി താഴോട്ട് പോകുന്നതായിട്ട് കണ്ടതായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഇയാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അവർ PW3. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ള എവിഡൻസ് ഉള്ളത്. ഇയാൾ നേരത്തെ ഇതിന് ഈ പെൺകുട്ടിയായിട്ട് പരിചയമുണ്ടെന്നോ ഇവർ തമ്മിൽ അടുപ്പമുണ്ടെന്നോ ഒന്നുമുള്ള ഒരു കേസ് ആർക്കും ഇല്ല. കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഈ പെൺകുട്ടിക്ക് ഇയാളെ അറിയില്ല, ഇതിൻ്റെ അമ്മയ്ക്ക് ഇയാളെ അറിയത്തില്ല, അതൊന്നും അറിയത്തില്ല. ഇയാളൊരു സ്ട്രേഞ്ചറാണ്. ഒരു ലൈംഗികതയ്ക്ക് വേണ്ടി മാത്രം, ലൈംഗിക തൃപ്തിക്ക് വേണ്ടി മാത്രം വന്ന് കയറി, അതിക്രമിച്ച് കയറി ഈ ഒരു നിരായുധയായ നിസ്സഹായയായ ഈ പെൺകുട്ടിയെ കീഴ്പ്പെടുത്തി ഒരുപാട് ഉപദ്രവിച്ചു, പീഡിപ്പിച്ചു. അതിനുശേഷം അതിനെ ബലാത്സംഗം ചെയ്യുന്നു. അതിനുശേഷം അതിൻ്റെ ഈ പ്രൈവറ്റ് പാർട്സിലൊക്കെ കത്തി കൊണ്ട് മുറിവേൽപ്പിക്കുകയാണ് ചെയ്തേക്കുന്നത്. മുഴുവൻ കത്തി ഉണ്ടെങ്കിൽ കുത്തി നയച്ച് ഒരുപാട് ശല്യം ചെയ്തു. അതെല്ലാം എന്തുമാത്രം വേദനയാ കുട്ടി സഹിച്ചു കാണുമെന്നറിയോ. അത് ആ രീതിയിലുള്ളതാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രതി, അതായത് ഇനി ഇതിൻ്റെ എവിഡൻസ് വരുമ്പോൾ, ഈ എവിഡൻസ് വളരെ വലിയ എവിഡൻസാണ് ഇതിനകത്ത്. മാത്രമല്ല പിന്നെ വേറെ ചില സാഹചര്യങ്ങളുണ്ട്. ഇയാൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണിൻ്റെ ഉപയോഗം ഇയാളങ്ങ് കുറച്ചു. അത് വളരെ റെയറായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അതിന് പകരം വേറെ ഒരു സിം കാർഡ് സംഘടിപ്പിച്ച്, വേറൊരു ഫോൺ സംഘടിപ്പിച്ച് അതിൽ നിന്നായിരുന്നു ഇയാൾ വിളിക്കുകയൊക്കെ ചെയ്തത്. ഇതാണ് ഇതിൻ്റെ സംഭവം. ഇയാളെ എൻ്റെ ഓർമ്മ തമിഴ്നാട്ടിൽ നിന്ന് പിടിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ കണ്ടാണ്. അപ്പോൾ ഇയാൾ ഇവിടുന്ന് കടന്നു കളഞ്ഞിട്ട് അവസാനം പോലീസ് വളരെ കഷ്ടപ്പെട്ട് ഇതിൻ്റെ DNA ഈ പരിശോധനയുടെ ഫലം വന്നല്ലോ. ഈ സംശയത്തിന് ഏതാണ്ട് ഒരു 10 പേരെ കസ്റ്റഡിയിലെടുത്തിരുന്നു. കഷ്ടമാണ്. ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ട് ആളുകൾ കേട്ടോ. ഈ 10 പേരെയോളം കസ്റ്റഡിയിലെടുത്തിരുന്നു. ആ കസ്റ്റഡിയിലെടുക്കപ്പെട്ട ആളുകളെന്ന് പറയുന്ന അവരെയൊക്കെ നോക്കിയപ്പോൾ, അവരുടെയൊക്കെ DNA നോക്കിയപ്പം ഈ DNA ആയിട്ട് മാച്ച് ചെയ്യുന്നില്ല.
അപ്പോൾ ഇത് വേറൊരു പ്രതിയാണ്, വേറൊരാളാണ്. ഒരു മെയിൽ DNA, പുരുഷൻ്റെയോ സ്ത്രീയുടെയോ ഇത് ആദ്യമേ കാണാം. അപ്പോൾ ഒരു മെയിൽ DNA സാന്നിധ്യം ഇവിടെ കണ്ടതാണ് പ്രശ്നം വന്നത്. അല്ലെങ്കിൽ പറയാം വേറെ ആരെങ്കിലും ആണ്, ഈ കുട്ടിയുടെ അമ്മ അതുമായിട്ടൊപ്പം താമസിച്ചിരുന്നല്ലേ, അന്നില്ലായിരുന്നു എന്നുള്ള സമയത്ത്. അപ്പോൾ വേണമെങ്കിൽ പറയാം അമ്മ ആയിട്ടുള്ള പിടിവലിയിലോ ഉപദ്രവത്തിലോ ഒക്കെ ഉണ്ടായതാണ് എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷേ ഇതൊരു മെയിൽ DNA ആണ്, ആ സ്ത്രീയുടെ DNA ഒരു സ്ത്രീയുടെ DNA അല്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് ഒരുപാട് കമ്പാരിസന് വിധേയമാക്കിയെങ്കിലും ആരും കിട്ടിയില്ല. അവസാനം ഇയാളെ അന്വേഷിച്ച് അവസാനം പോലീസിന് ഒരു ചെറിയ തുമ്പ് ഇങ്ങനെ കിട്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരുത്തൻ കാണാതായ ഒരുത്തനെ നോക്കിയപ്പോൾ ഇവനെ കാണാനില്ല. അന്നേരമാണ് മനസ്സിലാകുന്നത് അത് അയാൾക്കെതിരായിട്ടുള്ള ഒരു എവിഡൻസ് ആവും. അതായത് സബ്സിക്വൻ്റ് കോണ്ടാക്ട് എന്ന് പറയുന്നത് അക്യൂസ്ഡിൻ്റെ സബ്സിക്വൻ്റ് കോണ്ടാക്ട്, പ്രീവിയസ് ഓർ സബ്സിക്വൻ്റ് കോണ്ടാക്ട്, അത് ആ സബ്സിക്വൻ്റ് കോണ്ടാക്ട് എന്ന് പറയുന്നത് ഇയാൾ അവിടുന്ന് മുങ്ങി ഒളിച്ചുപോയി. അതൊരു വലിയ എവിഡൻസാണ്. പിന്നെ ഇയാളുടെ ഈ സാധാരണ ഉള്ള ഫോൺ ഉപയോഗിക്കാതെ അയാളുടെ പുതിയ വേറെ ഒരു സിം കാർഡ് സംഘടിപ്പിച്ച് ഉപയോഗിക്കുന്നു. അതെല്ലാം അയാൾക്കെതിരെയുള്ള എവിഡൻസായിട്ട് മാറും. അങ്ങനെ ഇയാളെ അവസാനം പോലീസ് അറസ്റ്റ് ചെയ്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തു. പരിശോധിച്ച് നോക്കിയപ്പോൾ DNA ഇതാണ്. അപ്പോൾ പിന്നെ എവിഡൻസ് കളക്ട് ചെയ്യാൻ കുറച്ച് എളുപ്പമുണ്ട് ബാക്കി. കാരണം ഇയാളെ കിട്ടിക്കഴിഞ്ഞാൽ ഇതാണെന്ന് ചോദിച്ചാൽ അയാളെ കണക്ട് ചെയ്യുന്ന എവിഡൻസുകൾ നോക്കിയെടുക്കാം. അങ്ങനെ അയാളുടെ റൂംമേറ്റ്സ്, അതായത് അവിടെ അയാൾ ഒന്നിച്ച് താമസിച്ചിരുന്നവർ, അവരെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. അപ്പോൾ ഈ പ്രതി വളരെ ബുദ്ധിമാനായിട്ടുള്ള ഒരാളാണ്. അയാൾ അതിനൊരു തർക്കം ആദ്യം എടുത്തു. അയാളൊരു കഥ അങ്ങ് മെനഞ്ഞു, അയാളുടെ സുഹൃത്തുക്കൾ ആണ് ഇത് പോയി ചെയ്തതെന്ന്. അപ്പോൾ ഇത് ആരും ചെയ്തില്ലെന്നല്ല കേസില്ല, അയാളുടെ സുഹൃത്തുക്കളെ 2 പേര് അയാളുടെ കൂട്ടുകാരാണ് എന്ന് പറഞ്ഞു. അവസാനം ആ കൂട്ടുകാരെ ക്വസ്റ്റ്യൻ ചെയ്തു പോലീസ്, ഒരുപാട് ചോദ്യം ചെയ്തു. അവർ നിരപരാധികളാണെന്ന് മനസ്സിലായി, ഒന്നുമില്ല. അവർ പിന്നെ അവസാനം കേസിലെ സാക്ഷികളായി. അയാൾ വെറുതെ പറയുന്നതാണ് ഇതൊക്കെ. അത് എല്ലാ പ്രതികളും ഇങ്ങനെ തന്നെ പറയും, എന്തെങ്കിലും ഒരു കാര്യം പറയും, ഒരു എക്സ്പ്ലനേഷൻ വേണമല്ലോ. അല്ലെങ്കിൽ ഇയാൾ അവിടെ പോയിട്ടില്ല കണ്ടിട്ടില്ലെന്ന് വേണമെങ്കിൽ ഇയാൾക്ക് പറയാം. അത് ഇയാൾ പറയുന്നില്ല, ഇയാളുടെ കൂട്ടുകാരാണെന്നുള്ളതാണ് അയാൾ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അയാൾക്ക് ആ സംഭവത്തെക്കുറിച്ച് അറിയാം എന്ന് വരുന്നു. അതെല്ലാം ഇയാൾക്കെതിരെയുള്ള സാഹചര്യ തെളിവുകളായിട്ട് മാറും. ഈ സാഹചര്യങ്ങളെല്ലാം, ഈ തെളിവുകളെല്ലാം ഒരൊറ്റ ലിങ്കായിട്ട്, അതായത് ഒരു മിസ്സിംഗ് ലിങ്ക് പോലും ഇല്ലാതെ കോർത്തിണക്കി എടുത്തു കഴിഞ്ഞാൽ അത് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് എന്ന് പറയുന്നത് വളരെയധികം ബെസ്റ്റ് എവിഡൻസ് ആയിട്ട് അങ്ങ് മാറും. സാക്ഷികളുടെ എവിഡൻസിനെ കഴിയും വിലയുള്ളതാണ് ഈ സാഹചര്യങ്ങൾക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാക്ഷികൾക്ക് കള്ളം പറയാം, പക്ഷേ സാഹചര്യങ്ങൾക്ക് കള്ളം പറയാൻ പറ്റത്തില്ല. അതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ. ഇത് അതിനെ കൂടാതെ മാത്രമല്ല, ഈ സാഹചര്യ തെളിവുകളെല്ലാം പ്രതിക്കെതിരെ ഈ കുറ്റത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരിക്കണം. ആ പ്രതിയുടെ നിരപരാധിത്വത്തിന് നേരെ ചൂണ്ടുന്നതാകാൻ പാടില്ല. അതേപോലെ തന്നെ വേറൊരാളുടെ പേരിൽ ചൂണ്ടുന്നതോ ആവാൻ പാടില്ല, നേരെ ചൂണ്ടാവുന്നതാവാനും പാടില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ സാഹചര്യ തെളിവുകൾ മൂലം ഒരു കേസ് ശിക്ഷിക്കാനുള്ള പ്രിൻസിപ്പിൾ. അങ്ങനെ ഇതിനകത്ത് ഈ തെളിവുകളൊക്കെ ശേഖരിച്ചു, കോടതിയുടെ മുമ്പിൽ ഹാജരാക്കി. ഇതിനകത്ത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആയിരുന്നത് ശ്രീ NK ഉണ്ണികൃഷ്ണനാണ്. NK ഉണ്ണികൃഷ്ണൻ തൃശ്ശൂരെ വക്കീലാണ്. എൻ്റെ മുമ്പിൽ ധാരാളം കേസ് നടത്തിയിട്ടുള്ള ആളാണ്. വളരെ മിടുക്കനായ, പ്രഗത്ഭനായ, വളരെ സീനിയറായിട്ടുള്ള അഭിഭാഷകനാണ്. നന്നായിട്ട് കേസ് നടത്തും, നന്നായിട്ട് പഠിച്ച് ചെറിയ മെറ്റീരിയലുകൾ പോലും എടുത്ത് പറയുന്ന ഒരു സാധാരണ വക്കീലന്മാർ പലരും വലിയ മെയിനായിട്ടുള്ള എന്തെങ്കിലും ഒരു ആസ്പെക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ 1-2 എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിർത്തും. ഇതങ്ങനല്ല. ഇത് ഓരോന്നും ഇഴകീറി പരിശോധിച്ചെടുക്കുന്ന ഒരാളാണ്. എൻ്റെ മുമ്പിൽ ആ സത്യമംഗലം കൊലക്കേസ് അവിടെ വനത്തിൽ വെച്ച് നടത്തി, അതെല്ലാം നടന്ന കൊലക്കേസ്, അതെല്ലാം ഉണ്ണികൃഷ്ണൻ നടത്തിയതാണ്. അപ്പോൾ എനിക്കറിയാം നല്ല കാലിബറുള്ള ഒരു ലോയറാണ്. ഏതായാലും നന്നായിട്ട് ആ പ്രോസിക്യൂഷൻ നടത്തിയിട്ടുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം വെളിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കോടതിക്ക് അത് വിശ്വസനീയമായ തെളിവായിട്ട് തോന്നി. അങ്ങനെ ഈ കേസ് കൺവിക്ഷനിലേക്കായി. പിന്നെ ശിക്ഷ ട്രയൽ കോടതി ഇതിന് കൊടുത്തത് വധശിക്ഷയാണ്. വധശിക്ഷ ഇതിന് കൊടുത്തു. അപ്പോൾ വധശിക്ഷ കൊടുത്തെന്ന് പറയുമ്പം അതിൽ വധശിക്ഷ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് മെറ്റീരിയൽ, ഒരു ചില കാരണങ്ങൾ വേണം. അതായത് ബച്ചൻ സിംഗ് കേസ്, അതാണ് അതിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാമുഖ്യമായിട്ടുള്ള ഒരു കേസ്, പ്രമുഖമായിട്ടുള്ള കേസ്. അത് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് തീരുമാനിച്ച ഒരെണ്ണമാണ്. ആ കേസിൽ പറഞ്ഞേക്കുന്നത് ഒരു ഡെത്ത് സെൻറ്റൻസ്, അതായത് വധശിക്ഷ കൊടുക്കണമെങ്കിൽ അത് റെയറസ്റ്റ് എമംഗ് റെയർ ആയിരിക്കണം. അതായത് അപൂർവങ്ങളിൽ അത്യപൂർവം ആവണം, എന്നാലേ കൊടുക്കാൻ പാടുള്ളൂ. അല്ലാതെ എല്ലാ കൊലക്കേസുകളും ബ്രൂട്ടലാണ്. നമുക്കെപ്പോഴും ബ്രൂട്ടൽ എന്ന് പറയും, മർഡർ വളരെ ശരിയാണ്. എല്ലാ കൊലക്കേസുകളും കൊലപാതകങ്ങളും ബ്രൂട്ടലാണ്.
മനുഷ്യജീവൻ എടുക്കുക എന്ന് പറയുന്നത് ബ്രൂട്ടലാണ്. പക്ഷെ അതുകൊണ്ടായില്ല. അത് അപൂർവങ്ങളിൽ അത്യപൂർവമാവണം, സാധാരണ ഉണ്ടാകുന്ന ഒരെണ്ണം ആവരുത്. ഇത് അപൂർവങ്ങളിൽ അത്യപൂർവമാണെന്ന് ചോദിച്ചാൽ ഇതെൻ്റെ ഒപ്പീനിയൻ, ഞാൻ ഈ പറയുന്നത് സുപ്രീം കോടതിയുടെ ഒപ്പീനിയൻ അല്ല. സുപ്രീം കോടതിക്ക് വേറെ പല കാഴ്ചപ്പാട് വിധി കാണും. ഞാൻ ഹൈക്കോടതി ജഡ്ജിയായിട്ടോ, ഞാൻ സെഷൻസ് ജഡ്ജിയായിട്ടോ, ഹൈക്കോടതി ജഡ്ജിയായിട്ടോ ഇരുന്ന ഈ കേസിനകത്ത് ഞാൻ വധശിക്ഷ കൊടുക്കും. അതെൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. കാരണം അതിനകത്ത് ഒന്ന്, ഈ നിസ്സഹായയായ ഈ പെൺകുട്ടി, അതിനാരും സഹായത്തിനില്ല. അത് അടച്ചുറപ്പില്ലാത്ത നല്ല ബലമില്ലാത്തൊരു വീട്ടിൽ കഴിയുകയാണ്. അതിൻ്റെ ആരും വേറെ അടുത്തില്ല, അമ്മയില്ല, ആരുമില്ല ആ സമയത്ത്. അങ്ങനെയുള്ള സമയത്ത് ഇതിനെ ലൈംഗികമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി മാത്രം ഇതിനെ ഇതുപോലെ ചെയ്ത് ബലാത്സംഗം ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഈ സ്വകാര്യ ഭാഗങ്ങളിലെല്ലാം ഒരുപാട് മുറിവേൽപ്പിച്ചിട്ട് അതിനെ വളരെ കഷ്ടപ്പെടുത്തി കൊലപ്പെടുത്തിയതാണ് അത് ഒന്നത്. അതായത് ഒരു ഗ്രൂസം മർഡർ എന്ന് നമ്മൾ പറയാവുന്ന ഒരു കൊലപാതകമാണ്. പിന്നെ അത് മാത്രമല്ല, കോൺഷ്യൻസ് ഓഫ് സൊസൈറ്റി, സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതെന്ന് പറയുമ്പോൾ അതിനകത്തും പ്രത്യേകതയുണ്ട്. സാധാരണ ഒരു കൊലപാതകമൊന്നും സമൂഹ മനസാക്ഷിയൊന്നും ഞെട്ടിക്കത്തില്ല. ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകർ ഒരാളെ ഒന്ന് ബോംബെറിഞ്ഞ് കൊല്ലുന്നു, അല്ലെങ്കിൽ കുത്തിക്കൊല്ലുന്നു, അതൊന്നും സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കത്തൊന്നുമില്ല. കാരണം അവരതിനു വേണ്ടി ഇറങ്ങിപ്പോകുന്നവരാ പലപ്പോഴും. അപ്പം നേരെ മറിച്ച് ഇതെന്ന് പറയുന്നത് ഒന്നുമില്ല, ഒരു പെൺകുട്ടി വെറുതെ വീട്ടിൽ ഇരിക്കുന്ന ഒരെണ്ണം, അതിലെ ഒരുത്തൻ വന്ന് കയറി, ഇതുപോലെ കയറി അതിക്രമിച്ച് കയറി ഇതിനെ ബലാത്സംഗം ചെയ്യുന്നു, ഇതുപോലെ പരിക്കേൽപ്പിക്കുന്നു, കൊലപ്പെടുത്തുന്നു. വളരെ കാഠിന്യമായുള്ള പരിക്കുകളാണ് ഏൽപ്പിക്കുന്നത്, മുഴുവൻ കഠിനമായ പരിക്കുകൾ ഏൽപ്പിച്ച് കൊലപ്പെടുത്തുന്നു. അതൊരു സ്പെഷ്യൽ റീസണാണ്. അപ്പോൾ ഒരു ഡെത്ത് സെൻറ്റൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ റെയറസ്റ്റ് എമംഗ് റെയർ ആവണം. ഈ റെയറസ്റ്റ് എമംഗ് റെയർ എന്ന് പറയുന്നതിനകത്ത് സ്പെഷ്യൽ റീസൺസ് കാണണം, അതായത് പ്രത്യേക കാരണങ്ങൾ കാണണം അതിന്, എന്നാലേ അത് റെയറസ്റ്റ് എമംഗ് റെയർ ആവുള്ളൂ. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഈ പ്രത്യേക കാരണങ്ങളാണ് ഇതിനകത്ത് എനിക്ക് കാണാൻ കഴിയുന്ന പ്രത്യേക കാരണങ്ങൾ. പിന്നെ അതുപോലെ ഇത് മാത്രമല്ല, ഇതിനകത്ത് എന്താ അറിയോ, അതായത് ഈ അൺഎക്സ്പെക്റ്റഡ് ആണ് ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം. സാധാരണ ചിലപ്പോൾ ഒരു കൊലപാതകം നടത്തുന്നു, ഒരുത്തനെ തന്തയ്ക്ക് വിളിക്കുന്നിരിക്കട്ടെ, അവയെ അങ്ങ് കുത്തിക്കൊല്ലുന്നു. അപ്പോൾ അതിനകത്ത് ഒരു സഡൻ ആൻഡ് ഗ്രേവ് പ്രൊവോക്കേഷൻ ഉണ്ട്. എന്തെങ്കിലും ഒന്ന് ചെയ്ത് ഒരു സ്പർ ഓഫ് എ മൂവ്മെൻറ്റ്, അത് സഡൻ ഗ്രേവ് പ്രൊവോക്കേഷൻ ആവത്തില്ല ഇവിടെ, എന്നാലും ഒരു സ്പർ ഓഫ് എ മൂവ്മെൻറ്റിൽ സംഭവിച്ചേക്കുന്ന ഒരു കാര്യമാണ്. ഇതങ്ങനല്ല, ഇത് കരുതി കൂട്ടിയാണ്, കത്തിയും കൊണ്ട് വന്നേക്കാണ്. നോക്കുമ്പോൾ എന്താണെന്നറിയോ, അവന് ഇതുപോലെ ഈ സെക്ഷൽ ലസ്റ്റ് അവനത് തീർക്കണം. അവൻ നോക്കിയപ്പോൾ ഇങ്ങനെ ഈ പെൺകുട്ടി, അവൻ നേരത്തെ ഇത് ശ്രദ്ധിച്ച് കാണും. നോക്കിയപ്പോൾ ഈ പെൺകുട്ടി ഒറ്റയ്ക്ക് കിട്ടി, നേരെ കയറി ആദ്യം ഇതുപോലെ അതിനെ കീഴ്പ്പെടുത്തി, ഇങ്ങനെയൊക്കെ ചെയ്തു, ഇതെല്ലാം കഴിഞ്ഞു കൊലപ്പെടുത്തി. അപ്പോൾ ഇത് ഒരു പ്രീ മെഡിറ്റേറ്റഡ് ആൻഡ് കാൽക്കുലേറ്റഡ് മർഡർ ആവും ഇത്. അങ്ങനെ വരുമ്പോൾ അത് യഥാർത്ഥത്തിൽ അതും സ്പെഷ്യൽ റീസണാണ്. അപ്പോൾ ഇതെല്ലാം സ്പെഷ്യൽ റീസൺസ് ആയിട്ട് മാറും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കേസ്, ഈ സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന കേസ്, പിന്നെ ഇവനെന്ന് പറയുന്നത് ഒരു ഹാർഡ് കോർ ക്രിമിനലാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യല. അപ്പോൾ ഇതെല്ലാം ഇതിനകത്തെ കാരണങ്ങൾ റെയറസ്റ്റ് എമംഗ് റെയർ ആവാം. ഞാൻ പറഞ്ഞത് എൻ്റെ കാഴ്ചപ്പാടെന്ന് പറയാൻ കാര്യമുണ്ട്. പലപ്പോഴും ഇത് ഹൈക്കോടതി വരെ ഈ കൺഫർമേഷനിലെത്തി നിൽക്കും. അത് കഴിഞ്ഞാൽ ഇനി സുപ്രീം കോടതിയിലേക്ക് ഈ പ്രതിക്ക് പോകാം, SLP കൊടുക്കാം. ആ SLP അഡ്മിറ്റ് ചെയ്തെടുത്ത് അപ്പീലായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് SLP അഡ്മിറ്റ് ചെയ്യണോ വേണ്ടതെന്ന് തീരുമാനിക്കും. പക്ഷേ ഇതിനകത്തൊക്കെ അഡ്മിഷൻ കിട്ടും സാധാരണഗതിയിൽ. കാരണം ഹൈക്കോടതിയുടെ വിധിയോടുകൂടി ഇത് വിധിയാവുന്നുള്ളൂ, അതുവരെ ഇത് കൺഫർമേഷൻ കിടക്കല്ലേ. ഇപ്പോൾ കൺഫേംഡായി, യഥാർത്ഥ ജഡ്ജ്മെൻ്റായി, ഇനി അതിന് കൊടുക്കുമ്പോൾ SLP കൊടുക്കുമ്പോൾ സാധാരണഗതിയിൽ അഡ്മിറ്റ് ചെയ്യും, അപ്പീലായിട്ട് എടുക്കും. ആ അപ്പീലിൽ ഇനി തീരുമാനം എടുക്കുമ്പോൾ സുപ്രീം കോടതി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സുപ്രീം കോടതി പലപ്പോഴും പല കേസുകളിലും അതൊരു നമുക്ക് പറയാൻ പറ്റത്തില്ല, അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലും ഈ കേസിലൊക്കെ ഇതിനകത്ത് സുപ്രീം കോടതി ഇത് കൺഫേം ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് സംശയമുണ്ട്. സാധാരണഗതി സംഭവിക്കാറില്ല, പിന്നെ സംഭവിച്ചുകൂടുന്നില്ല. ഇത് ഈ രീതിയിൽ വിലയിരുത്തിയാൽ മാത്രമേ ഇത് ഇങ്ങനെ ആവുള്ളൂ. അതുകൊണ്ട് നമ്മൾ പല കേസുകളിലും കണ്ടിട്ടുള്ളതാണ്, ഇത് കൺഫേം ചെയ്യപ്പെടണം എന്നില്ല പലപ്പോഴും. ഇനി അത് കൺഫേം ചെയ്ത് കഴിഞ്ഞാലും സുപ്രീം കോടതി അത് കൺഫേം ചെയ്താലും പ്രതിക്ക് പിന്നെയും കൊടുക്കാം, റിവ്യൂ പെറ്റീഷൻ കൊടുക്കാം. അതുകൂടാതെ അതും തള്ളിപ്പോയി കഴിഞ്ഞാൽ പ്രസിഡൻ്റ് അടുത്ത് ദയാഹർജി കൊടുക്കാം.
ഇതൊക്കെയാണ് ഇതിൻ്റെ മാർഗങ്ങൾ. അപ്പോൾ ഇത് ഞാൻ സുപ്രീം കോടതിയിൽ നിന്നൊരു കൺഫർമേഷൻ ഇതിന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. യഥാർത്ഥത്തിൽ കിട്ടിയാൽ ഭാഗ്യം, ഇത്രയേ ഉള്ളൂ. ഒരു വിചാരണ കോടതി വധശിക്ഷ ഒരു കേസിൽ കൊടുത്താൽ ആ ജഡ്ജ്മെൻ്റ് യഥാർത്ഥത്തിൽ ഫൈനൽ. ഒരു ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത് എന്തെന്നറിയുക, കൺവിക്ഷൻ മാത്രമല്ല, കൺവിക്ഷൻ ആൻഡ് സെൻറ്റൻസ് ആവണം ജഡ്ജ്മെൻറ്റ്. ഇതിപ്പോൾ കൺവിക്ഷൻ, കുറ്റക്കാരനാണെന്ന് കാണുന്നതാണ് കൺവിക്ഷൻ. യു ആർ ഫൗണ്ട് ഗിൽറ്റി ആൻഡ് യു ആർ കൺവിക്റ്റഡ് എന്ന് പറയുന്നതാണ്. അതാണ് അയാൾ കുറ്റക്കാരനാണെന്ന് കാണുന്നു, അതാണ് കാര്യം, തെളിയുന്നു. നിങ്ങൾ കുറ്റക്കാരനാണെന്ന് കണ്ടിരിക്കുന്നു, അതാണ് കൺവിക്ഷൻ. ഈ കൺവിക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ ജഡ്ജ്മെൻറ്റ് വേണം, അത് സെൻറ്റൻസ് വേണം, അതായത് ശിക്ഷ. ആ സെൻറ്റൻസും കൂടെ ചേരുമ്പോൾ മാത്രമേ ജഡ്ജ്മെൻറ്റ് പൂർണ്ണമാവുന്നുള്ളൂ. യഥാർത്ഥത്തിൽ വിചാരണ കോടതിയുടെ ജഡ്ജ്മെൻറ്റ് ഈ വധശിക്ഷ കൊടുക്കുന്ന കേസുകളിൽ പൂർണ്ണമാവില്ല. അതിൻ്റെ കാരണം എന്താ അറിയോ, ഈ വധശിക്ഷ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സബ്ജക്റ്റ് ടു കൺഫർമേഷൻ ബൈ ദ ഹൈക്കോർട്ടാണ്. അതായത് ഹൈക്കോടതിയുടെ തീരുമാനത്തിന് വിധേയമായിട്ട് മാത്രമേ ഈ ഡെത്ത് സെൻറ്റൻസിൻ്റെ വില വരുന്നുള്ളൂ. കൊടുക്കും, പക്ഷേ അത് കൺഫേം ചെയ്താൽ മാത്രമേ അത് ഡെത്ത് സെൻറ്റൻസും ആയിട്ട് മാറുന്നുള്ളൂ. അന്നേരമേ ഒരു ജഡ്ജ്മെൻറ്റ് കംപ്ലീറ്റ് ആവുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ അയാൾ പ്രതി അതിൻ്റെ മേളിൽ കൺഫേം ചെയ്ത് എൻ്റെ മേളിൽ ഒരു SLP കൊടുത്താൽ സാധാരണ ഗതി സുപ്രീം കോടതി എടുക്കണം. കാരണം എന്താണെന്നറിയാവും, യഥാർത്ഥത്തിൽ ഈ ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത് ഹൈക്കോടതിയുടെ ജഡ്ജ്മെൻറ്റാണ്. ജഡ്ജ്മെൻറ്റ് ഫൈനലാവുന്നത്, ഫൈനലായത് ഹൈക്കോടതിയുടെ തീരുമാനത്തോടു കൂടിയാണ്. അതുവരെ ജഡ്ജ്മെൻറ്റിന് വിലയില്ല. കൺവിക്ഷന് മാത്രമേ വിലയുള്ളൂ. കൺവിക്ട് ചെയ്തു, തീർന്നു. ഹൈക്കോടതി ഇത് കൺഫേം ചെയ്യുന്നില്ലെങ്കിൽ ഇത് നേരെ അടുത്ത ശിക്ഷ എന്ന് പറയുന്നത് ലെസർ ആൾട്ടർനേറ്റീവ്, അതായത് ജീവപര്യന്തം തടവിലേക്കോ പിഴയിലേക്കോ പോവും. അതും പിഴയും ആയിട്ട് മാറും. അല്ലെങ്കിൽ കൺഫേം ചെയ്താൽ മാത്രമേ ഡെത്ത് പെനാൽറ്റി വരുള്ളൂ. ഇനി ഇത് കൺഫേം ചെയ്തെന്നിരിക്കട്ടെ, കൺഫേം ചെയ്തു, ഈ കേസിനകത്ത് കൺഫേം ചെയ്തു, അയാളെ, അതായത് DRനകത്ത് ഡെത്ത് റഫറൻസിനകത്ത് കൺഫേം ചെയ്തു, പ്രതിയുടെ അപ്പീൽ തള്ളി. ഇനി പ്രതിയുടെ മാർഗം എന്ന് പറയുന്നത്, ഇതിനകത്ത് വീണ്ടും നടപടിക്രമം എന്ന് പറയുന്നത് എളുപ്പമൊന്നും ഇളത്തുകൊല്ലാനൊന്നും പറ്റത്തില്ല. അതിനുള്ള മാർഗം എന്ന് പറയുന്നത്, അടുത്തത് പ്രതിക്ക് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ SLP കൊടുക്കാം. സ്പെഷ്യൽ ലീവ് പെറ്റീഷനാണ്, ക്രിമിനൽ സൈഡിൽ സുപ്രീം കോടതിയിൽ കൊടുക്കാം. അത് കൊടുക്കുന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ലീവ്, അതായത് നേരിട്ടങ്ങ് അപ്പീൽ കൊടുക്കാൻ പറ്റത്തില്ല. അത് പക്ഷേ എന്നിട്ട് അപ്പോൾ അതിനകത്ത് പ്രോസിക്യൂഷന്, അതായത് സർക്കാരിന് നോട്ടീസ് കൊടുക്കും സുപ്രീം കോടതി. കൊടുത്തതിന് ശേഷം വാദം കേട്ടിട്ടാണ് ഇത് ഈ SLP, അതായത് ലീവ്, വെദർ ലീവ് ഹാസ് ടു ബി ഗ്രാൻഡഡ് ഓർ നോട്ട്, ലീവ് കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെയാണ്. ലീവ് കൊടുത്തെന്നിരിക്കട്ടെ, ലീവ് കൊടുത്താൽ അത് ക്രിമിനൽ അപ്പീലായിട്ട് മാറി, സുപ്രീം കോടതിയുടെ മുമ്പിലുള്ള ക്രിമിനൽ അപ്പീലായിട്ട് മാറി. ഈ അപ്പീല് അവിടെ വീണ്ടും ഇതേപോലെ വാദം കേൾക്കും. അതിനകത്ത് പ്രതിയുടെ വക്കീലിന്, എൻ്റെ അപ്പലൻ്റാണ് പ്രതിയുടെ വക്കീൽ, അതേപോലെ തന്നെ ഈ പ്രോസിക്യൂഷൻ്റെ പ്രോസിക്യൂഷന് വേണ്ടി ഉള്ള ആൾ അപ്പിയർ ചെയ്യാം. പിന്നെ വേറെ ഈ വിക്ടിമിന്, അതായത് ഇപ്പോൾ വിക്ടിം എന്ന് പറയുന്നത് മദർ, ഇതിന് വിക്ടിമിൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടല്ലോ, അല്ലെ സഹോദരിയുണ്ട്, ഇവർക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ അവർക്കും അവിടെ അപ്പിയർ ചെയ്യാം. ആ രീതിയിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ചെയ്തു കഴിഞ്ഞാൽ അത് വാദം കേൾക്കും. വാദം കേട്ടതിന് ശേഷം സുപ്രീം കോടതി ഇത് വീണ്ടും ഈ വിധി കൺഫേം ചെയ്യുകയാണെങ്കിൽ അവിടെ തീരുകയാണ് കാര്യം, നടപടിക്രമങ്ങൾ സുപ്രീം കോടതി കൺഫേം ചെയ്തു. ഇനി സുപ്രീം കോടതി കൺഫേം ചെയ്തില്ലെങ്കിൽ പിന്നുള്ളത് സുപ്രീം കോടതി തന്നെ ജീവപര്യന്തം തടവായിട്ടും അതുപോലെ അതിനോടൊപ്പം പിഴയായിട്ടും ഇത് മാറ്റും, ശിക്ഷ മാറ്റും. ഇനി അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ അതാണ് ശിക്ഷ. ഇനി ഡെത്ത് സെൻറ്റൻസ് കൺഫേം ചെയ്തു സുപ്രീം കോടതി കൺഫേം ചെയ്തെന്നിരിക്കട്ടെ, പ്രതിയുടെ അപ്പീൽ തള്ളുന്നു, അതനുസരിച്ച് കൺഫേം ചെയ്തു കഴിഞ്ഞാൽ പിന്നുള്ള മാർഗം എന്ന് പറയുന്നത് അയാൾക്ക്, പ്രതിക്ക് ഒരു റിവ്യൂ കൊടുക്കാൻ വേണം, ഇതൊന്ന് റിവ്യൂ ചെയ്യാൻ പറയാം. പക്ഷെ അത് വലിയ ഒരു സ്കോപ്പ് അതിനില്ല സാധാരണഗതിയിൽ. അത് കഴിഞ്ഞ് ആ റിവ്യൂവും തള്ളിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ റിവ്യൂ കൊടുക്കുന്നില്ല എന്നിരിക്കട്ടെ, കൊടുക്കുന്ന റിവ്യൂ തള്ളിപ്പോകുന്നു, അല്ലെങ്കിൽ റിവ്യൂ കൊടുക്കുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ പിന്നുള്ള ഒരൊറ്റ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രസിഡൻറ്റിന് ഈ പ്രതിക്ക് ഒരു ദയാഹർജി കൊടുക്കാം. അതേ ഉള്ളൂ. കാരണം എന്നെ തൂക്കിക്കൊല്ലരുത്, കാരണം എനിക്ക് ഇന്ന കാര്യങ്ങളുണ്ട്, അങ്ങനെ ഇതായതാണെന്നൊക്കെ പറയാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള കാര്യം ഇന്ത്യൻ പ്രസിഡന്റ് തീരുമാനിക്കും എന്ത് വേണമെന്ന്. അപ്പോൾ പ്രസിഡന്റ് ആണ് അതിലെ ഏറ്റവും വലിയ അതോറിറ്റി, തീരുമാനിക്കും. അത് പ്രസിഡന്റ് ദയ അനുവദിക്കുന്നതെന്ന് പറയുന്നത് വളരെ വിരളമാണ്, വളരെ വിരളമായിട്ടുള്ള കേസുകളിലേ ഉള്ളൂ അനുവദിച്ചിട്ടുള്ളൂ. അങ്ങനെ വരാം. അത് സുപ്രീം കോടതി
ചില പ്രസിഡൻറ്റ് ദയ ഗ്രാൻഡ് കൊടുക്കുന്നെങ്കിൽ മാപ്പ് ഇത് കൊടുത്താൽ ഇത് ജീവരയുദ്ധമായിട്ട് മാറും, ഇയാളെ തൂക്കിക്കൊല്ലേണ്ടതില്ല, ലെസർ ആൾട്ടർനേറ്റീവ് മതി എന്നുള്ള രീതിയിൽ ഇങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ അതായി. ഇനി പ്രസിഡന്റ് ദയാർജി തള്ളിയാലോ? തള്ളിക്കഴിഞ്ഞാൽ വീണ്ടും ഇയാൾക്ക് സുപ്രീം കോടതി സമീപിക്കാം. കാരണം അതായത് പ്രസിഡന്റ് ശരിയായിട്ട് ഇത് കൺസിഡർ ചെയ്തില്ല, ഒരു സ്പീക്കിംഗ് ഓർഡർ അല്ല, അല്ലെങ്കിൽ ഇന്ന കുഴപ്പങ്ങൾ ഇതിനുണ്ട് എന്ന് പറഞ്ഞിട്ട് കേട്ടോ, അതിനകത്ത് ജുഡീഷ്യൽ റിവ്യൂ ആണത്. ഒരു ജുഡീഷ്യൽ റിവ്യൂവിന് പ്രതിക്ക് അവകാശമുണ്ട്, അത് ചെയ്യാവുന്നതാണ്. ആ ജുഡീഷ്യൽ റിവ്യൂ എന്ന് ഒരു റൈറ്റാണ് ആ ജുഡീഷ്യൽ റിവ്യൂ. അത് സുപ്രീം കോടതി അത് തള്ളിക്കഴിഞ്ഞാൽ, അതായത് പിന്നെ പ്രസിഡന്റ് തീരുമാനങ്ങളിൽ സാധാരണഗതിയിൽ ജുഡീഷ്യൽ റിവ്യൂ എടുക്കാറില്ല, എടുത്ത് വന്നു കഴിഞ്ഞാലും അത് വലിയ നിലനിൽപ്പെന്ന് കിട്ടാറില്ല, അങ്ങനെ വരും. അത് തള്ളിക്കഴിഞ്ഞാൽ പിന്നെ ഇയാളെ തൂക്കിക്കൊല്ലുകയാണ് വേണ്ടത്. അതായത് നമ്മുടെ വധശിക്ഷ എന്ന് പറയുന്നത് മരിക്കുന്നവരെ തൂക്കിക്കൊല്ലുകയാണെന്നാണ്, അതാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. അതായത് ഹീ ഈസ് അതായത് ഹീ ഈസ് ഹാങ്ഡ് ബൈ ദ നെക്ക് അണ്ടിൽ ഹീ ഈസ് ഡെഡ് എന്നാണ്. അപ്പോൾ അതായത് മരണം വരെ ഇയാളെ തൂക്കിലിടുക എന്നുള്ളതാണ് അതിനകത്തെ ശിക്ഷ. ഇതാണ് ഇതിൻ്റെ നടപടിക്രമങ്ങൾ.